ഹായ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കെല്ലാവർക്കും സുഖമാണ്. നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് രാവിലെ കാണുന്നുണ്ട്, രാവിലെ ഓട്ടുപ്പഴം, അതിൻ്റെ ഓട്ടുപ്പഴം അതിങ്ങനെ ഒഴിച്ചാൽ റൗണ്ടിൽ കിട്ടും. ഒഴിക്കുമ്പോൾ ഗ്യാസ് വലുതാക്കണം. പിന്നീട് ഇങ്ങനെ മുത്തരി മുത്തരി വരുന്നല്ലോ, അതിന് ശേഷം മൂടി വെക്കുക ചെറുതാക്കിയിട്ട്. രണ്ടമ്മക്ക് രണ്ടടിക്ക്. വൈകുന്നേരം രാവിലെ ആക്കി ഇത് വൈകുന്നേരം അതന്നെ അതേ. പിന്നെ നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ വൈകുന്നേരത്തെ? ഞങ്ങൾക്ക് വൈകുന്നേരത്തെ ചായ നിർബന്ധം. പാത്രം കഴുകാനെല്ലാം ഉണ്ട് കുറേ. ഞാനൊക്കെ കുറച്ച് ടൈം ഉണ്ട്. അങ്ങനെ ഞാൻ ഇന്ന് കുറച്ച് കമ്പനിക്ക് പോയി ഇലയെല്ലാം കൊണ്ടുവന്ന് കുറേ ദിവസമായി ഞാൻ തിരക്കാത്തത്. അങ്ങനെ കുറച്ച് 100 മണി തിരച്ചു. ചൊവ്വാഴ്ച കൊണ്ടുവരണം. അത്രയും 500 കൊണ്ടുവന്നു. 500 1100 വീടി ഇറക്കണം. മൂന്ന് ദിവസത്തേക്ക് ചൊവ്വാഴ്ച കൊണ്ടുപോകണം. കുറച്ച് കിട്ടുന്ന സമയത്ത് അത് മറക്കാൻ പറ്റില്ല, അറിഞ്ഞിട്ട് കൊണ്ടുവരുന്നതാണ്. പിന്നെ നമ്മൾ 70 വരെയല്ലേ, 70 70 എന്ന് പറയില്ല അവർ. മറ്റേ 71 72 73 74 75 76 77 78 79 80. അപ്പോൾ 80 ആയി. പിന്നെ ഓട്ടുപ്പളയുടെ പാത്രം കണ്ട, ഇത് വാലുണ്ട്. 70 രൂപയാണ്. 70-ന് അവർ 70 എന്ന് പറയുന്നത്. 70-ന് 70 എന്ന് പറയുന്നത്. ഇങ്ങനെ വാലുള്ളത് വാങ്ങിയാൽ ഇതൊന്നും ഇങ്ങനെ അടിയിലിങ്ങനെ ഇതുപോലെയെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് വെക്കാനും സുലഭം, ഇതിങ്ങനെ പിടിച്ചിട്ടെടുക്കാനും സുലഭം. മറ്റേ കയ്യൊന്നും ഇല്ലാത്ത നമ്മൾ നാടൻ ഓടിന് ഓട്ടുപ്പളാക്കുന്ന പാത്രത്തിന് 140 രൂപ. അതിനെക്കാട്ടി ഇത് എവിടുന്നോ വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അതിനെക്കാട്ടി ഏറ്റവും നല്ലത് ഇതാണ്. 70 രൂപയുള്ളൂ. പിന്നെ ഇതെന്ന് എവിടുന്നോ വരുന്നെന്ന് തോന്നി, എനിക്കറിയില്ല എവിടുന്ന്. വെക്കണ്ട, നമ്മളെ ഓട്ടുപ്പുള നല്ല റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഓട്ടുപ്പുള എടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അത്രയൊന്നുമില്ല, എന്നാലും നമ്മൾക്ക് ഇത് സൗണ്ട് വരും. എനിക്ക് 2 അമ്മ 2 കഴിച്ചു, എനിക്ക് 2. എനിക്ക് കറിയൊന്നും വേണ്ട. ഇത് നല്ല തേങ്ങയിലും ആകലില്ല. ഇത് കണ്ടിട്ട് ബാങ്ക് അടച്ചിട്ട് അത് പറയുന്നമ്മ 5 മണി ആയിട്ടാണ്. ആകലില്ല അറിഞ്ഞാൽ ആയിട്ടാ, ടൈം ആയിട്ടാണ്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് മുന്തിരിങ്ങയുണ്ട്, മുന്തിരിയുണ്ട് കഴിക്കാൻ. ശനിയാഴ്ച അല്ലേ? നിങ്ങൾക്ക് വേണ? ഇത് നിങ്ങൾക്ക് പിന്നെ ഇതുണ്ട്. ഇതിനവർ പറയുന്നത്, ഇതിന് കർച്ചൂറ എന്നൊരു കൊങ്കണി ഭാഷയോ കർണാടകമെന്നോ എനിക്കറിയില്ല. ഇത് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം ഇത്. അപ്പോൾ അവർ കച്ചൂറ എന്ന് പറയും. കച്ചൂറ ഈ പാലിലിട്ടിട്ട്. അമ്മ ജ്യൂസ് കുടിക്കില്ല, അല്ല എനിക്കാണ്. അമ്മക്ക് വേണമെന്നല്ല ഞാൻ വാങ്ങിക്കൊടുക്കും. അപ്പം അമ്മക്ക് വേണ്ട കഴിക്കാത്തതെല്ലാം ഞാൻ കഴിക്കും.
പിന്നെ ഞങ്ങൾക്ക് ഈ ആഴ്ചക്കുള്ളത് കിഴങ്ങുണ്ട്, വെളുത്ത വെണ്ടക്ക, ഇത് വാങ്ങിയതാണ്, മെത്തതല്ല. പിന്നെ കോയക്ക, കാരപ്പരി, നമുക്കിഷ്ടമുള്ള പടവലങ്ങ, വെള്ളരി, ഇതൊന്നും നെല്ലിക്ക അമ്മക്കൊന്നും എനിക്ക്. ഇത് മുസമ്പി അമ്മതൊന്നുമില്ല. ഇത് ഒരാഴ്ചക്കുള്ളത് നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരാഴ്ച പച്ചക്കറിക്ക് എങ്ങും പോണ്ട. പിന്നെന്ത്, ഞാൻ ഇന്ന് കമ്പനിക്കെല്ലാം പോകാനുണ്ട്, കുറച്ച് പണിയെല്ലാം ഉണ്ട്. പിന്നെ പതിയാന്തെല്ലാം അടിച്ച് തുടക്കാനെല്ലാം ഉണ്ട്. അതുകൊണ്ട് കുറച്ച് എഴുതി വെച്ചിട്ടാണ്, കർണാടകം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എഴുതി വെച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും ലൈക്ക് അടിക്കുന്നവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. അതെനിക്ക് നന്ദി അറിയിക്കാതെ പറയാതിരിക്കാൻ കഴിയുക, അത്രയ്ക്കും ഇഷ്ടം. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇഷ്ടവേഗാകലില്ല 7 വട്ടം തിന്നുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ യൂട്യൂബിൽ എല്ലാവരും കാണുന്നവർ പിന്നെ എവിടെയെങ്കിലും വെച്ചിട്ട് എന്നെ കാണുന്നുണ്ടാവും. പക്ഷെ നിങ്ങളെ എനിക്കറിയില്ല, ആരാണ് സബ്സ്ക്രൈബ് ചെയ്തത്, ആരാണ് ലൈക്ക് അടിച്ചത്, ആരാണ് എന്നെ വീഡിയോ കാണുന്നത്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് എന്നെ കാണുകയാണെങ്കിൽ എന്നോട് ദയവ് ചെയ്ത് മിണ്ടണേ. എനിക്ക് നിങ്ങളെല്ലാവരും കാണണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എന്നോട് മിണ്ടാന്ന്. പിന്നെ എൻ്റെ ബന്ധുക്കളാണെങ്കിൽ എനിക്കറിയുന്നതല്ലേ, ബന്ധുക്കളല്ലാത്തവരാണെങ്കിൽ എന്നോട് മിണ്ടണേ. എനിക്ക് അറിയില്ലല്ലോ നിങ്ങളെ. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ ബാക്കിൽ നിന്ന് ചേച്ചി ചേച്ചി എന്ന് വിളിച്ചാൽ ചിലപ്പോൾ എനിക്ക് വിളി കേൾക്കില്ല. കാരണം എന്താ പറഞ്ഞാൽ എനിക്ക് ചെറിയ കേൾവി ശക്തി കുറവുണ്ട്. അപ്പോൾ ബാക്കി കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു കേൾവി ശക്തി. അപ്പോൾ ബാക്കിൽ നിന്ന് വിളിച്ചാൽ എനിക്ക് കേൾക്കാത്തപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട അപ്പോൾ ആ ചേച്ചി ഭയങ്കര ബമ്പ് അഹങ്കാരം അങ്ങനെയൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ പറയുന്നത്. നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. എന്താ പറയേണ്ടത്, എന്താ പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ. പിന്നെ അങ്ങനെ പിന്നെ എന്നെ അങ്ങനെ കണ്ടിട്ട് ചേച്ചിന്ന് വിളിക്കുമ്പോൾ ചിലപ്പോൾ മറന്ന് നോക്കാതെ അല്ലാതെ തിരിഞ്ഞ് നോക്കാതെ എന്തെങ്കിൽ ഒന്നും വിചാരിക്കണ്ട. പക്ഷെ എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കണം. പിന്നെ എന്താ പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു കേൾവി ശക്തി കുറവുണ്ട്. അതിപ്പോൾ നിങ്ങളോട് പറയുന്നതിന് എനിക്കൊന്നുമില്ലല്ലോ. ಮೂಲೆಯವರ ಚಿಕ್ಕಮ್ಮ ಈಗ ಮೊನ್ನೆ ಬಂದಿದ್ದಾರೆ. ಮೂಲೆಯವರಮ್ಮ ಚಿಕ್ಕಮ್ಮ ಹೋಗಿ ಬಿಡಾರೆ ಇದ್ದಾರಲ್ಲ, ಅವರು ಇಷ್ಟು ದಿವಸ ಕೆಲಸನಿದ್ರು, ಈಗ ಮೊನ್ನೆ ಬಂದಿದ್ದಾರೆ. ಈಗ ಅವ್ರು 6 ಗಂಟೆ ತರಲಿಕ್ಕೆ ಹೋಗಿದ್ದಾರೆ. ಅವರನ್ನು ಓಡಿಸಿಕೊಂಡು ಶಾರದಾ ಹೋಗ್ತಾಳೆ. ಶಾರದಾ ಓಂಟಿ ಅಂದರೆ ಅವರನ್ನು ಓಡಿಸಿಕೊಂಡು ಹೋಗ್ತಾಳೆ. ಏನಾದರೂ ಸಂಜೆ ಈಗ ಅವ್ರು ಕಾಫಿ ಕೊಟ್ಟರು, ಇಲ್ಲದೆ ಅಲ್ಲಿ ಏನಾದರೂ ಕೆಲಸ ಎಲ್ಲ ಕೊಡ್ಲಿಕ್ಕೆ ಅವರಲ್ಲಿ ಹಣ ಇಲ್ಲ. ಓಡಿ ಅವಳ ಒಟ್ಟಿಗೆ ಹೋಗ್ತಾಳೆ. ಇವತ್ತು ರಾತ್ರಿ ಕೇಳಬೇಕು ಮಾತಾಡಿದರೆ, ಅವರಲ್ಲಿ ಯಾವಾಗ ಹೋಗ್ಲಿಕ್ಕೆ ಉಂಟೋ ನೀನು ಅಂತ. ಬೇಗ ನೋಡಿ ಜನ ಮನೆ ಹುಡುಕಿದ್ದಾಳೆ. ಅವರು ಬೇಗ ಸರಿ ನಡೀತಾರೆ, ಅವಳು ಮೊಂಟೆ ಆದರೂ ಬೇಗ ಹೋಗ್ತಾರೆ ಅವರ ಒಟ್ಟಿಗೆ. അത് അമ്മയുടെ ഫ്രണ്ടുണ്ട്. അപ്പോൾ ഇവർ അടുത്തില്ലവരെ പിന്നെ ഒപ്പരം ഓടി പോകുന്നുണ്ട് പറയുന്നത് അമ്മ കണ്ണടച്ചിൽ പറയുന്നത്. ಮಮ್ಮಿ ಕನ್ನಡದಲ್ಲಿ ಏನಾದರೂ ಮಾತಾಡು ಮಮ್ಮಿ. ನಾನು ಮಾತಾಡೋದಿಲ್ಲ. ഒരു ಹಾಯ್ ಹೇಳು. ಹೇಳು ഒരു ಹಾಯ್ ಹೇಳು. ಹೇಳಲ್ಲ. 8 ಹಾಯ್ ಹೇಳು. ಹಾಯ್ ಆಗಲ್ಲ ಈಗ.
ഒരു കിസ് കൊടു, ഒരു കിസ് കൊടു. ಇಲ್ಲ കാലാക്കി സത്യಇದೆ നല്ല ഉണ്ട്, നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട്. ഇത് എന്തെന്ന് പറഞ്ഞാൽ പിന്നെ പച്ചരിയും തേങ്ങയും അമ്മ പിന്നെ ചോറോ അവിലോ ഒന്നും കഴിക്കുന്നില്ല. അങ്ങനെ അല്ലാതെ അവിലെത്തുന്നു, അവിൽ അതായിട്ടുണ്ട്. അമ്മക്ക് അതൊന്നും ഇഷ്ടമല്ല, നീ എന്നെ തിന്നൂല. അതുകൊണ്ട് നല്ല നല്ല തുമ്പപ്പൂ പോലെ ആയി, നല്ല രസമുണ്ട്. കറി വേണമെന്നില്ല, അത്ര നല്ല രുചി. കുറച്ചുള്ളപ്പോൾ ಗಣೇಶನ ಫೋನ್ ಮಾಡಿದ್ದೀನಿ ಬೇಗ ಚಿಕ್ಕನ ಏಯ್ ഓക്കെ, ബൈ ബൈ. ಕೊಡ ಇಲ್ಲ ತಿನ್ನಲ್ಲಿ ഇന്ന് ಕೊಡು ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ എന്തല്ലോ കർണാടകത്തിൽ എഴുതി വെച്ചിട്ട് നിങ്ങളോട് പറയാം. ബൈ.